ആ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതെന്താ പിക്ചർ? ഇതിലെന്താ ഉള്ളേ? കുറച്ചധികം ആളുകൾ പോകുന്നു അല്ലേ? ഒരു കൂട്ടം ആളുകൾ ആണോ? ആണ്. ആൾക്കാർ, അതാരും പറഞ്ഞു കണ്ടെങ്കിനോട് ഉത്തരം പറയാം. വെരി ഗുഡ്. ആൾക്കാർ എന്ന് പറഞ്ഞ ആൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ നമ്മള്. വാ, ഗുഡ്. കുറച്ചധികം ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. ഇതെന്തുവാ? പിക്ചർ കാണിച്ചപ്പോഴും പറഞ്ഞു മത്സരം ഏതോ ഒരു ക്രിക്കറ്റ് കാണാൻ വന്നിരിക്കുന്ന ആളുകളാണ്. ഏതാ ടീം? ഫ്ലാഗ് ഇന്ത്യയുടെ ആണെങ്കിലും ടീം ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? IPL കാണുന്നവർക്കറിയാം, GT. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നേരത്തെ കണ്ടത് കുറച്ചധികം ആളുകൾ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നു. പിന്നീട് നമുക്ക് എന്താ അവസ്ഥയാണെന്ന് അറിയില്ല അവർ പോകുന്നത് അല്ലേ. പിന്നീട് ഒരു കൂട്ടം ആളുകൾ, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണ്. ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇതും സെയിം അല്ലേ? ഒരു കൂട്ടം ആളുകൾ തന്നെയാണ്. ഇതെന്താ സംഭവം? ചർച്ച്. അതെങ്ങനെ മനസ്സിലായി? ആ കൂട്ടങ്ങളിൽ എന്താ വ്യത്യാസം? ആദ്യം കണ്ട പിക്ചറും ഇപ്പോൾ കാണിച്ച പിക്ചറും തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ്? പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? എന്തോ ഒരു പ്രത്യേകത അപ്പോൾ ഉണ്ടല്ലേ. വൈബില്ല. ഓക്കെ, ഇതും ചർച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ട രണ്ട് പിക്ചർ, ഒന്നാമത്തെ പിക്ചറിൽ ഏതോ ഒരു പർപ്പസിന്, അവരവരുടേതായ പർപ്പസിന് വേണ്ടി പോകുന്ന ഒരു കൂട്ടം ജനത്തെ കാണാൻ സാധിച്ചു അല്ലേ. രണ്ടാമത്തെ പിക്ചറിൽ കൃത്യമായി പർപ്പസ് എന്തായിരുന്നു? എന്റർടൈൻമെന്റ് ആണല്ലേ. ക്രിക്കറ്റ് കണ്ട് അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ സാധിച്ചു. 3ഉം 4ഉം പിക്ചർ കാണിച്ചപ്പോൾ നിങ്ങൾ ഉടനടി പറഞ്ഞു അതെന്താണ്? പള്ളിയാന്ന് പറഞ്ഞു. അതിന്റെ കാരണം പറഞ്ഞ വൈബില്ല എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചർച്ച് അഫിലിയേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് എന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എഴുതിയെടുക്കുന്നവർ വളരെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് ചർച്ച് അഫിലിയേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ എൻ്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ അഭിപ്രായത്തിൽ ചർച്ച് എന്നാൽ എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ചർച്ച് എന്നാൽ എന്താണ്? ചർച്ച് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താ? ഒന്ന് കൈയുയർത്തി പെട്ടെന്ന് പറഞ്ഞേ. ഒരു ഫെല്ലോഷിപ്പാണ് സഭ. നാം മിഠായി പിടിച്ചു. അടുത്തത് ഇനി ആർക്കൂല. ഫെല്ലോഷിപ്പ് നിർത്തി ആൻസർ. ഒരു ആൻസേഴ്സ് പറ്റേ. പറയും, മിഠായി തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മൈക്ക് വേണം. എ പ്ലേസ് ടു വർഷിപ്പ് ഗോഡ്. വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ചർച്ച് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിത്രം? രക്ഷിക്കപ്പെട്ടവർ. പെട്ടെന്ന് സ്പിരിച്വലായി. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്തെങ്കിലും? ബോയ്സ് എല്ലാം മിഠായി ബോയ്സ് തീർക്കൂട്ടാ. മിഠായി വേണമെങ്കിൽ പറഞ്ഞോ. എവിടെ? ചർച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ കർത്തൃമേശയാണ് മനസ്സിലായത്. ആരാ പറഞ്ഞു ഉത്തരം പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്. എൻ്റെ മിഠായി തീരാറായി. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ആരെ കൈകൊന്തിച്ചല്ലോ? പാർട്ട് ഓഫ് ക്രൈസ്റ്റ്. ഇപ്പം എൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ആ മിഠായി ഒന്ന് അവിടെ കൊടുക്കും. ഞാൻ ഓടി മിക്കവാറും എക്സസൈസ് ആവും. ഫൈൻ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ചിത്രങ്ങൾ വരുന്നുണ്ടോ ചർച്ച എന്ന് കേൾക്കുമ്പോൾ? മനസ്സിലേക്കൊന്നും വരുന്നില്ല. നിങ്ങൾ തൊട്ട് മുമ്പിൽ ഒരു ചർച്ച ഉണ്ടെന്ന് അല്ല, നമ്മൾ അങ്ങനെ എന്തൊക്കെ കാണുമ്പോൾ ചർച്ച എന്ന് വിളിക്കും അല്ലേ. ഒരു ക്രോസ് വെച്ച് ഒരു ബിൽഡിംഗ് കണ്ട നമ്മൾ എന്ത് ചെയ്യും? ചർച്ച എന്ന് വിളിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞ ചില ആശയങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ബിൽഡിംഗ് ഓഫ് വുഡ് ഓർ സ്റ്റോൺ. നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഒരു ചിത്രം വരുന്നില്ല? പള്ളി എന്ന് പറയുമ്പോൾ ഓക്കെ,
അസോസിയേഷൻ ഓഫ് ചേർച്ചസ്, ദെൻ ചർച്ച് ഡിനോമിനേഷൻസ്. കുറച്ചധികം കാറ്റഗറീസ് ഉണ്ട് അല്ലേ? ചർച്ച് ഡിനോമിനേഷൻസ് എന്ന് പറയുമ്പോൾ ഒട്ടനവധി സഭകൾ, വ്യത്യസ്തമായ ഉപദേശങ്ങളുള്ള സഭകളുണ്ട് അല്ലേ? വോളണ്ടറി അസോസിയേഷൻ, ഒരു സന്നദ്ധ സംഘടനയാണ് സഭ, അല്ലെങ്കിൽ സ്വയമേവ രൂപീകരിക്കപ്പെട്ടതാണ് സഭ. ഇതെല്ലാം തെറ്റാണ്. ഇതല്ല സഭ. അതായത് ചർച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എഴുതിയെടുത്തല്ലേ, ബിൽഡിംഗ് ഓഫ് വുഡ് ആൻഡ് സ്റ്റോൺ. അപ്പൊ അതിന്റെ മുകളിൽ ഹെഡിങ് കൊടുത്തോ, വാട്ട് നോട്ട്, എന്തല്ല എന്നുള്ളത്. നിങ്ങൾ എഴുതിയത് എന്തായാലും പോയിന്റ്സ്, അപ്പൊ അതിന്റെ മുകളിൽ ഹെഡിങ് എഴുതി വെച്ചോ, വാട്ട് നോട്ട്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് ഓഫ് വുഡ് ഓർ സ്റ്റോൺ അല്ല, അസോസിയേഷൻ ഓഫ് ചേർച്ചസ് അല്ല, ചർച്ച് ഡിനോമിനേഷൻസ് അല്ല, വോളണ്ടറി അസോസിയേഷൻ അല്ല ചർച്ച് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ചർച്ച്? അപ്പോൾ നമ്മൾ ഇതിനെ പെട്ടെന്ന് തന്നെ ഇതിന്റെ എന്താണ് ചർച്ച് എന്നുള്ളതും എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് നമ്മൾ കിടക്കുന്നതായിരിക്കും. ഇതെന്താ വാക്ക്? എക്ലീസിയ. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം, സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യമല്ലേ എക്ലീസിയ എന്ന് പറയുന്നത്. എന്താ എക്ലീസിയ എന്ന് പറഞ്ഞാൽ? സഭ. ഗ്രീക്ക് വേർഡ് എക്ലീസിയ. ഫസ്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലാറ്റിൻ. ഓക്കെ, ലാറ്റിൻ ഒറിജിൻ ആണ്. രണ്ടും സെയിം, ഒരു സി മറ്റേത് കെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഗ്രീക്ക് എക്ലീസിയ ഈ ഒരു വാക്ക് പുതിയ നിയമത്തിൽ 115 സ്ഥലങ്ങളിലായി 118 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിൽ 118 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് എക്ലീസിയ എന്ന് പറയുന്ന വാക്ക്, സഭ എന്ന് പറയുന്ന വാക്ക്. അത് 115 സ്ഥലങ്ങളാണുള്ളത്. നമ്മൾ ഇത്ര അധികം വാക്കു സഭയെ കുറിച്ച് സുവിശേഷത്തിൽ 3 പ്രാവശ്യമേ കാണാൻ സാധിക്കുള്ളൂ. 2 വാക്യങ്ങളിലായി 3 പ്രാവശ്യമാണ് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കുക. പക്ഷേ അതിനുശേഷം വരുന്ന ലെറ്റേഴ്സിലൊക്കെ നമുക്ക് സഭയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പൊ എന്താണ് സഭ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ എക്ലീസിയ എന്ന് പറയുന്ന വാക്ക്, സഭ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം, കോൾഡ് ഔട്ട് ബോഡി ഓഫ് പീപ്പിൾ ഫോർ ഹിസ് നെയിം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആശയങ്ങളോട്, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളോട് അല്ലേ, ഉത്തരം കിട്ടിയില്ലേ? നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങൾ ശരിയായിരുന്നില്ലേ? ശരിയായിരുന്നു. ഓക്കെ, കോൾഡ് ഔട്ട് ബോഡി ഓഫ് പീപ്പിൾ ഫോർ ഹിസ് നെയിം. അവന്റെ നാമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. അത് കറബൂറ്റിയല്ല, അങ്കമാലിയല്ല അല്ലേ, അല്ലെങ്കിൽ ആഫ്രിക്കയല്ല, അമേരിക്കയല്ല, ഇംഗ്ലണ്ട് അല്ല. എല്ലാ കോണ്ടിനെന്റ്സിൽ മനുഷ്യവാസം എവിടെയെല്ലാം ഉണ്ടോ ആ മനുഷ്യരുടെ ഇടയിൽ, കോടാനുകോടി വരുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് വിളിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ദൈവജനം, അവരുടെ കൂട്ടത്തെയാണ് സഭ എന്നതുകൊണ്ട് നാം പുതിയ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സംശയം വരും, ഈ പഴയ നിയമത്തിൽ അപ്പൊ സഭ എന്നുള്ള വാക്കുണ്ടല്ലോ, സഭാമധ്യേ ഞാൻ നിന്നെ ഘോഷിക്കും, ദാവീദ് പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോൾ ആ സഭയും ഈ പുതിയ നിയമസഭയും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സഭ എന്ന് പറഞ്ഞാലേ പിന്നെ അതിനുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. One body separated from all other men of the world as a unique heavenly bride of Christ. Bride of Christ. നേരത്തെ ആരോ പറഞ്ഞു, അതുപോലെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ വേർതിരിച്ചെടുത്തിട്ടുള്ള അവന്റെ കാന്തയായിട്ടുള്ള സഭ. ഓക്കെ, ഇനി ഈ സഭയെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട്. അതിനെ നമ്മൾ പറയുന്നത്, ഇപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ അല്ലെ, ആദ്യം സഭ എന്താണെന്ന് എഴുതി, അതിനുശേഷം ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് സഭയെ കുറിച്ചുള്ള പഠനം. അത് എക്ലീസിയോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, it is a study of its origin, its nature, constitution, ordinances and activities. സഭയെ കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരാണ് എക്ലീസിയോളജി എന്ന് പറയുന്നത്. അപ്പൊ സഭയെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്താ? സഭ എന്നുള്ള വാക്ക് ഏത് വാക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? സഭയ്ക്ക് ഗ്രീക്കിൽ ഏത് വാക്കാണ് ഉപയോഗിച്ചത്? എത്ര തവണ പുതിയ നിയമത്തിൽ സഭ എന്നുള്ള വാക്ക് വരുന്നുണ്ട്? 118. എത്ര സ്ഥലങ്ങളിൽ? 115. ഓക്കെ, വെരി ഗുഡ്.
നമ്മൾ തൽക്കാലം ഇന്നത്തെ പഠനത്തിനായി 4 O's റിലേറ്റഡ് ടു ചർച്ച്, സഭയോട് ബന്ധപ്പെട്ടിട്ടുള്ള 4 O നമുക്ക് കാണാൻ സാധിക്കാം. ഒന്ന്, അതിൻ്റെ ഒറിജിൻ, എന്ന്, എപ്പോൾ, എങ്ങനെ. സെക്കൻഡ് വൺ, ഓർഗാനിസം ഓഫ് ദ ചർച്ച്. തേർഡ് വൺ, ഓർഗനൈസേഷൻ. ആൻഡ് ഫോർത്ത് വൺ, ഓർഡിനൻസസ്. 4 O ആണ് സഭയോടുള്ള ബന്ധം നമ്മൾ പഠിക്കുമ്പോൾ 4 Oകളാണ് വരുന്നത്. ഒന്ന്, ഒറിജിൻ. 2, പറഞ്ഞേ, ഓർഗാനിസം. 3, ഓർഗനൈസേഷൻ. 4, ഓർഡിനൻസസ്. ഓക്കെ, നമുക്ക് ഓരോന്നായി പെട്ടെന്ന് ഇതിലൂടെ ഒന്ന് പോവാം. ഒറിജിൻ ഞാൻ പറഞ്ഞു. വേർ, വെൻ ആൻഡ് ഹൗ. വേർ, വെൻ ആൻഡ് ഹൗ. എവിടെ, എപ്പോൾ, എങ്ങനെയാണ് സഭ രൂപീകരിക്കപ്പെട്ടത്? ഇപ്പം എൻ്റെ ചോദ്യം, പഴയ നിയമ കാലഘട്ടത്തിലുള്ള സഭ, ആ സഭയും പുതിയ നിയമസഭയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ്? ഫൈൻ. എന്നാ സഭ രൂപീകരിക്കപ്പെട്ടത്? അതെങ്കിലും ചോദിക്കാം. എന്നാ സഭ രൂപീകരിക്കപ്പെട്ടത്? ഒരാൾ കൈപൊന്തിച്ച് ഉത്തരം പറഞ്ഞു. എന്നാണ് സഭ രൂപീകരിക്കപ്പെട്ടത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞു, ഉള്ളിലുള്ള ഉത്തരം പറഞ്ഞോ. പറഞ്ഞു, ഓർക്ക പറഞ്ഞു. ആ, പെന്തക്കോസ്ത് നാളിലാണ്. ആണോ? ഇവിടെ ചേട്ടാ, ഇതന്നെ നിങ്ങളും പറഞ്ഞോണ്ടിരുന്നേ അല്ലേ? ഉത്തരം പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ് സഭ സ്ഥാപിച്ചത്? യേശുക്രിസ്തു. അപ്പൊ എന്റെ ചോദ്യം, യേശുക്രിസ്തു ഭൂമിയിൽ വെച്ച് സഭ സ്ഥാപിച്ചിട്ടുണ്ടോ? എടാ, നിങ്ങൾക്ക് ഉത്തരമില്ലണ്ടായ. യേശുക്രിസ്തു ഭൂമിയിൽ വെച്ച് സഭ സ്ഥാപിച്ചുവോ? ഇല്ല. ഓക്കെ, അതും നല്ല ഉത്തരവാണ്. എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയാൻ കാരണം? നമുക്ക് ബൈബിളിലേക്ക് ഒന്ന് പരിശോധിച്ചാൽ മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി സഭ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കർത്താവിന്റെ പ്ലാൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഫ്യൂച്ചറിലോട്ടുള്ള കർത്താവിന്റെ പ്ലാൻ ആയിരുന്നു സഭ എന്ന് പറയുന്നത്. അതിന്റെ ഫ്യൂച്ചർ നേച്ചറിനെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ പോയാൽ ഒരു കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജീസസ് ക്രൈസ്റ്റ് ഭൂമിയിലുള്ളപ്പോൾ, ഭൂമിയിൽ കർത്താവ് ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് സഭ എന്ത് ചെയ്തിട്ടില്ല? സ്ഥാപിച്ചിട്ടില്ല. അതിന് തക്കതായിട്ടുള്ള വാക്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ അതൊരു ഫ്യൂച്ചർ പ്ലാൻ ആണെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചർച്ച് നേരത്തെ പറഞ്ഞതുപോലെ ചർച്ച് ഹാഡ് ഇറ്റ്സ് ബർത്ത്ഡേ ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ആൻഡ് നോ പ്രയർ എക്സിസ്റ്റൻസ്. അതിനു മുൻപ് നമ്മൾ ഇന്ന് കാണുന്ന സഭ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വിശദമായി കാണേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ മുൻകാലങ്ങളിൽ ഇസ്രായേൽ ജനം എന്നൊരു കൂട്ടമായിരുന്നു, വേർതിരിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ സഭയ്ക്ക് എന്ത് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് പറയാൻ തക്കവണ്ണം ഇടയായി തീരുക. ഒന്ന്, ഫ്യൂച്ചർ നേച്ചർ ആൻഡ് ദ വെരി നേച്ചർ ഓഫ് എക്ലീസിയോളജി. ഒന്ന്, ഫ്യൂച്ചർ നേച്ചറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? ഏതായിരുന്നു ഞാൻ പറഞ്ഞ വാക്യം പുതിയ നിയമത്തിൽ നിന്ന്? മാത്യു 16:18. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ഫ്യൂച്ചർ നേച്ചർ, ദെൻ വെരി നേച്ചർ ഓഫ് എക്ലീസിയോളജി. അതായത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഏജൻസിയാണ് എന്ത്? സഭ എന്ന് പറയുന്നത്. അവന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന മേഖലയാണ് എന്ത്? സഭ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ തക്കവണ്ണം ഇടയായി തീരുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്യം ഇങ്ങനെയായിരുന്നു, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ പണിയും എന്നുള്ള വാക്ക് അത് ഫ്യൂച്ചറാണ് അല്ലെ? പണിയും, ഐ വിൽ ബിൽഡ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ഫ്യൂച്ചർ മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പണിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പണിയുകൊണ്ടേയിരിക്കുകയായിരുന്നില്ല അല്ലെ? പണിയും. Then if I go I will send him unto you. ആരെ അയക്കാന്ന് പറഞ്ഞേ? പരിശുദ്ധാത്മാവിനെ അല്ലേ? പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ സഭയുടെ അംഗങ്ങളായി മാറുന്നതിന് അതിനടുത്തൊരു സെഷൻസ് ഒക്കെ വരുന്നുണ്ട്, ഫൈൻ. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു പോകും. ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി ബൈ വൺ സ്പിരിറ്റ്, ഏകാത്മാവിനാൽ സ്നാനം കഴിക്കും, അല്ലെ? ഏകാത്മാവിനാൽ സ്നാനം കഴിച്ചിരിക്കുന്നു. ഈ വാക്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 1 കൊരിന്ത്യർ 12:13 Then അപ്പോൾ നമുക്ക് ആദ്യത്തെ ഉത്തരം കിട്ടി. വേർ, വെൻ ആൻഡ് ഹൗ, എങ്ങനെ സഭ സ്ഥാപിതമായി എന്നൊക്കെ മനസ്സിലായത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി എങ്ങനെയാണ് സഭ സ്ഥാപിതമായത് എന്ന് അവിടെ നമുക്ക് കാണാൻ തക്കോണം ഇടയായി തീരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ആക്ട്സ് ചാപ്റ്റർ 1 and 2 വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് വിവരണം വളരെ വ്യക്തമായി വിവരിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് കാണാൻ തക്കോണം ഇടയായി തീരും. നെക്സ്റ്റ്, ഓർഗാനിസം. The next one is organism. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് what the church is, എന്താണ് സഭ എന്നുള്ളതാണ്. അപ്പൊ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. where, when and how ഉത്തരം കിട്ടി കഴിഞ്ഞു. അടുത്ത ചോദ്യം what the church is, എന്താണ് സഭ എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളിലൊന്നും ഉണ്ടല്ലേ, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, തലയാണ് ആര്? ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ആൻഡ് വി ആർ ദ ബോഡി. നമ്മളെല്ലാവരും ചേർന്നതാണ് ആ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിന് തക്കതായ വാക്യങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് എടുത്തു വായിക്കാത്തതിൻ്റെ കാര്യം നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് വരുന്നത് കൊണ്ട് നമ്മളിതൊന്ന് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഇത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവനുള്ള ഒരു സഭയാണെന്ന്, ജീവനുള്ള ദേവാലയം, ജീവനുള്ള ദൈവഗൃഹം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലിവിങ് ബിൽഡിംഗ്. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് അറിയാനത്, നമ്മൾ ജീവനുള്ള കല്ലുകളാണ്. അപ്പം ലിവിങ് ബിൽഡിംഗ് നേരത്തെ കണ്ടു, ഇറ്റ്സ് എ വുഡ് ഓർ സ്റ്റോൺ, അതല്ല, മറിച്ച് നമ്മളാണ് അതിന്റെ വുഡ് ആൻഡ് സ്റ്റോൺസ് ആൻഡ് വി ആർ ലിവിങ് ബീയിങ്സ്, അല്ലെ? നമ്മൾ ജീവനുള്ളവരാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ സഭ. നെക്സ്റ്റ്, ഇറ്റ്സ് എ ന്യൂ മാൻ ഓർ ന്യൂ ക്രിയേഷൻ. The next one, bride of Christ. അത് നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ്, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. നെക്സ്റ്റ്, ഗോഡ്സ് ഫീൽഡ്. ഗോഡ്സ് ഫീൽഡ്, ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്ന സ്ഥലം. ദൈവം ഈ ഭൂമിയിൽ സഭയെ ആക്കി വെച്ചിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്ന ഒരു സ്ഥലമാണ് ദൈവിക സഭ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗോഡ്സ് ഫ്ലോക്ക്. ഗോഡ്സ് ഫ്ലോക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ, ഗോഡ്സ് ഹൗസ് ഹോൾഡ്. ഈ ഒരു വാക്യം നിങ്ങൾ എല്ലാവരും എടുത്തു വെക്കുക. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഓക്കെ, എല്ലാവരും എടുത്തോ? നിങ്ങളൊന്ന് വായിക്കുക, നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വായിച്ചു നോക്കുക. ഉറക്കെ വായിക്കണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കും. ഓക്കെ, വായിച്ചല്ലോ. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെ സഭയാണ്? ദൈവത്തിൻ്റെ, അല്ലേ? ദൈവത്തിന്, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ചോദ്യം,
ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ദൈവത്തെ ആരാധിക്കേണ്ടത് ജീവനുള്ളവരാണ്. എങ്ങനെയാണ് ആ ജീവൻ ലഭിക്കുക എന്നുള്ള ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അല്ലേ? നിത്യജീവൻ ലഭിച്ചവരായിട്ടുള്ളവരാണ് ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കേണ്ടത്. കാരണം ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. അതിന്റെ കുറച്ചധികം വിശദീകരണം പറയാനായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇൻവോൾവ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാനത് വിശദീകരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ചർച്ച് രണ്ട് തരത്തിലാണ്. നമ്മൾ ചർച്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് തരം ചർച്ചിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഒന്ന് യൂണിവേഴ്സൽ ചർച്ച് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലോക്കൽ ചർച്ചസ്. യൂണിവേഴ്സൽ ചർച്ച് ആൻഡ് നെക്സ്റ്റ് വൺ ലോക്കൽ ചർച്ച്. കോടാനുകോടി വരുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത ആ കൂട്ടം, അതാണ് യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുമ്പോൾ വരുന്നത്. സാർവത്രികമായിട്ടുള്ള സഭ. ആരെല്ലാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം കർത്താവ് വേർതിരിച്ചെടുത്തിട്ടുണ്ടോ അവർ ഉൾപ്പെട്ടതാണ് സഭ. അല്ലാണ്ട് റോമൻ കത്തോലിക്സ്, യാക്കോബായ, ബ്രദറൻ, പെന്തക്കോസ്ത്, ഇവാഞ്ചലിസ്റ്റ് അങ്ങനെയല്ല. യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെ ദൈവം ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 2:47 അല്ലേ? അപ്പോൾ അതേ സഭ, അതാണ് യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൾഡ് ഔട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി നിങ്ങളെ വേർതിരിച്ചിട്ടുള്ള സ്ഥലം. അത് ആ കൂട്ടത്തെയാണ് നമ്മൾ ദൈവസഭ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു ചർച്ചിൽ പോയത് കൊണ്ട് നമ്മൾ ആരാകുന്നില്ല, സഭയുടെ അംഗങ്ങളാകുന്നില്ല അല്ലേ? ഞാൻ പോകുന്ന എളവൂർ ബ്രദറൻ ക്രിസ്ത്യൻ ചർച്ച്, ഞാൻ അവിടുത്തെ സഭാംഗമാണ്. അത് ലോക്കൽ ചർച്ചിൽ വരുമ്പോൾ ഓക്കെ, പക്ഷെ അവിടെയും ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും സഭയിൽ പോയി, ഞാൻ ഏതെങ്കിലും പള്ളിയിൽ പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ കർത്താവിൻ്റെ ബോഡിയുടെ ഭാഗമാകുന്നില്ല അല്ലേ? അല്ലെങ്കിൽ കർത്താവിൻ്റെ കീഴിൽ ഞാൻ വരുന്നില്ല. മറിച്ച് എനിക്ക് ജീവനുണ്ടെങ്കിൽ, നിത്യജീവനുണ്ടെങ്കിൽ, എന്നെ കർത്താവ് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ആരാകുന്നത്? സഭയുടെ അംഗങ്ങൾ ആകുന്നത്. ദ പാർട്സ് ഓഫ് ഹിസ് ബോഡി. ഓക്കെ, നെക്സ്റ്റ് ലോക്കൽ ചർച്ചസ്. അപ്പം ഞാൻ നേരത്തെ എൻ്റെ സഭയുടെ പേര് പറഞ്ഞു അല്ലേ? എളവൂർ ബ്രദറൻ ക്രിസ്ത്യൻ ചർച്ച്. നിങ്ങളെല്ലാവരും മിക്കവരും വന്നിരിക്കുന്നത് പല 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 ഡിനോമിനേഷൻസിൽ നിന്നായിട്ട് പല പള്ളികളിൽ പോകുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അതും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഭാഗം നിങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്. യൂണിവേഴ്സൽ ചർച്ച് ഉണ്ട്, പിന്നെ എന്ത് ചർച്ച ഉണ്ട്? ഏതൊക്കെ ടൈപ്പ് പറയും? എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. ഏതൊക്കെ? യൂണിവേഴ്സൽ ചർച്ച് ആൻഡ് ലോക്കൽ ചർച്ച്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആരുടെ സഭയാണ്? ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? Every born again person in Christ is a part of ecclesia. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ജീവനുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പൊ നമുക്ക് ആ ജീവൻ ആര് തന്നു? ദൈവം തന്നു. ആരിലൂടെ തന്നു? ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമുക്ക് തരുവാൻ തക്കണം റെഡിയായി തീർന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. എന്തിനൊക്കെ ഉത്തരം കിട്ടി? വേർഡ്, വെൻ, ഹൗ അല്ലേ? പിന്നെ വാട്ട് ദ ചർച്ച് ഈസ്, ഹൂസ്, ഹൂ എന്നുള്ളതിനൊക്കെ ഉത്തരം കിട്ടി. നെക്സ്റ്റ് ഈസ് ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. അപ്പോൾ ആ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ലോക്കൽ അസംബ്ലീസിൽ, ലോക്കൽ ചർച്ചിൽ ദൈവം ചില കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഫിലിപ്പിയർ ലേഖനം കടന്നു വരുമ്പോൾ ആ ഫിലിപ്പിയ ലേഖനം എഴുതിയത് ആർക്കെല്ലാമാണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സെയിൻസ്, ബിഷപ്സ് ആൻഡ് ഡീക്കൻസ്. ഓക്കെ, നെക്സ്റ്റ് ഓർഡിനൻസസ്. ഈ സഭയിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് മറ്റൊരു ദിവസം കിട്ടും. ഞാൻ ആ നിയമങ്ങൾ എന്താണെന്ന് മാത്രം പറയാം. 2 നിയമങ്ങളാണ് വരുന്നത്. ഒന്ന് ബാപ്റ്റിസം ആൻഡ് സെക്കൻഡ് വൺ ലോർഡ്സ് സപ്പർ. നേരത്തെ പറഞ്ഞു അല്ലേ? കർത്തൃമേശ. സഭയെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? കർത്തൃമേശയാണെന്ന് പറഞ്ഞു. സ്നാനം. ഈ 2 കാര്യങ്ങളാണ് ദൈവം
നമുക്ക് വെച്ചിട്ടുള്ള കൽപ്പനകൾ, നിയമം എന്ന് പറയുന്നത്, ഓർഡിനൻസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവല്ലോ. എന്തൊക്കെ പറഞ്ഞു? ഒറിജിൻ, ഓർഗാനിസം, ഓർഗനൈസേഷൻ, ഓർഡിനൻസസ്. വെരി ഗുഡ്. ഈ ബാപ്റ്റിസം ആൻഡ് ലോർഡ് സപ്പറിനെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് അടുത്തത് കിട്ടും, അതുകൊണ്ട് ഞാൻ ആ മേഖല തൊടുന്നില്ല. ഇനി ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം. എന്തിന്? വൈ ചർച്ച്? എന്തിനാണ് സഭ? ഒന്ന്, ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നേരത്തെ നിങ്ങൾ ഉത്തരം പറഞ്ഞു. ചർച്ച് എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന് നമ്മൾ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആയതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മളൊന്നും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ല. നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കൂട്ടമാണെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ക്രിസ്തുവിൽ നിങ്ങൾ എന്താണ്? നിങ്ങൾ ഒന്നാണ്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ എല്ലാവരും ഒന്നാണ്. Believers are not isolated individuals. They are members of a single body, spiritually connected and designed to work together. ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തവരാണ് നിങ്ങൾ ഓരോരുത്തരെയും. You are VIPs. അല്ലേ? നിങ്ങൾ ഫസ്റ്റ് സെഷനിൽ കേൾക്കുവാന്നൊക്കെ നിങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ദൈവത്തിന് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ ആദ്യത്തെ സെഷനിൽ കേട്ടു അല്ലേ? ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് സഭ എന്ന് പറയുന്നത്. ഓക്കെ, then next, God desires believers to be planted in church. ദൈവം രക്ഷിക്കപ്പെട്ട, വിശ്വസിക്കപ്പെട്ട അല്ലെങ്കിൽ വിശ്വസിച്ച, ദൈവത്തിൽ വിശ്വസിച്ചവരെ പ്ലാൻ ചെയ്തിരിക്കുക. വോളണ്ടറി ആയിട്ട് വന്ന് കൂടിയതല്ല. ദൈവം കൃത്യമായി എന്ത് ചെയ്തു? ഓരോ സഭകളിലും നിങ്ങൾ എന്ത് ചെയ്തു? പ്ലാൻ ചെയ്ത് അവിടെ എവിടെയുള്ള വിശ്വാസത്തിൽ വരുന്ന കൂട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? നട്ടിരിക്കുകയാണ്. ആ ജീവനുള്ള സഭയിൽ നിങ്ങളെ നട്ടിരിക്കുകയാണ്, പ്ലാൻ ചെയ്തിരിക്കുകയാണ്, റൂട്ട് ചെയ്തിരിക്കുകയാണ്. അതിനാൽ as we are rooted, being planted refers to being rooted, committed and growing within a local church body. This is where spiritual growth, accountability and service happen. ഇവിടെയാണ് നിങ്ങൾക്ക് വളരാനുള്ള അവസരം. സഭയിൽ നിങ്ങൾ സ്പിരിച്വലി എന്ത് ചെയ്യണം? വളരണം. സ്പിരിച്വലി വളരാനായിട്ട് പേഴ്സണലായി ചെയ്യേണ്ട കാര്യം ഇന്നലെ കേട്ടു. എന്താ പേഴ്സണലായി ചെയ്യേണ്ട കാര്യം? എന്താ? ക്വൈറ്റ് ടൈം. വെരി ഗുഡ്. ക്വൈറ്റ് ടൈം ആണ് പേഴ്സണലായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കൂട്ടമായി നിൽക്കുമ്പോൾ സഭയിൽ വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? ഒട്ടനവധി ആക്ടിവിറ്റീസ് ചർച്ചിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കണം. മൗനമായി ഇരിക്കാനല്ല നമ്മൾ സഭയിൽ പോകുന്നത് അല്ലേ? ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത ദൈവജനം ഒത്തുകൂടുന്ന സഭയിൽ മൗനമായിരിക്കാനല്ല നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്. പിന്നെ എന്ത് ചെയ്യണം? പാട്ട് പാടണം, വചനം ധ്യാനിക്കണം, സഭയിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം? പങ്കെടുക്കണം. ഓക്കെ, നെക്സ്റ്റ്, ദ ചർച്ച് ഈസ് വേർ ബിലീവേഴ്സ് ഗ്യാദർ ഫോർ വർഷിപ്പ്, ടീച്ചിങ് ആൻഡ് ഫെലോഷിപ്പ്. ഞാൻ അതിനോട് ചേർന്ന് അത് പറഞ്ഞു. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഡു നോട്ട് ഗീവ് അപ്പ്, നെഗ്ലക്ട് ഓർ ഫോർസേക്ക് മീറ്റിംഗ് together as some are in the habit of doing. ചിലവർക്ക് സഭായോഗത്തിന് പോകുന്നതേ ഇഷ്ടമല്ല. കാരണം വൈബില്ല. ആണോ? പുറത്ത് കിട്ടുന്നത് പോലെ ഒരു പാട്ട് പാടാൻ പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സംഗീത സായനം വെച്ച് കഴിഞ്ഞാൽ അവിടെ 500 ആൾ വരികയാണെങ്കിൽ ബൈബിൾ ക്ലാസ് വെച്ചാൽ അവിടെ 50 ആൾ വരും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അത് സംഗീത സായനമാണെങ്കിൽ അവിടെ 500 ആളുകൾ തടിച്ചുകൂടും. ഒരു ബൈബിൾ ക്ലാസ് വെച്ചാലോ? അല്ലേ? അപ്പോ മാത്രമല്ല, ഞായറാഴ്ച മാത്രമല്ല, നമ്മുടെ ഇട ദിവസങ്ങളിലെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്യം ചിലർ ചെയ്യുന്നത് പോലെ, എല്ലാവരും ഉൾപ്പെടുത്തിയല്ല പറയുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. നമ്മൾ പലരും സഭായോഗത്തെ ഉപേക്ഷിക്കുന്നവരാണ്. ദൈവം തന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിന്റെ ജനമായ നമ്മൾ സഭയിൽ പോകുന്നതിന് പകരം വേറെ പരിപാടിക്ക് പോവാം അല്ലേ? ക്ലാസ്സിന് പോകുന്നു. നമ്മെ ദൈവം വീണ്ടെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ സഭയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ദൈവത്തിന്റെ സഭയിൽ വന്ന് ദൈവത്തിന് സ്തുതിക്കാൻ വേണ്ടി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്. നാം പേഴ്സണലായിട്ട് ക്വൈറ്റ് ടൈം എടുക്കുന്നുണ്ട്, ഓക്കെ ഫൈൻ. നാം പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഫൈൻ. പക്ഷെ ദൈവം ആക്കി വെച്ച ദൈവത്തിന്റെ സഭയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്?
നാം സഭയിൽ പോകുന്നവരാണോ? സഭായോഗങ്ങളിൽ പോകുന്നവരാണോ? മുടങ്ങാതെ പോകുന്നവരാണോ? സൺഡേ സ്കൂളിൽ തന്നെ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. അതിൽ 100% അറ്റൻഡൻസ് ഇല്ലാത്തവരാണ് ഭൂരിഭാഗവും, അല്ലേ? നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ കരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ, നമ്മുടെ പഠനം ഡിസൈൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക. നമ്മൾ യാത്ര ക്രമീകരിക്കുമ്പോൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവിടെ ഏതെങ്കിലും ചർച്ച്, ഞാൻ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും ചർച്ച് ഉണ്ടോ, അവിടെ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുമോ എന്നുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. കിട്ടിയോ? അപ്പോൾ നിങ്ങളുടെ പഠനം ഇനി 10 കഴിഞ്ഞ് +1 +2ലേക്കൊക്കെ ഒന്ന് കയറുമ്പോൾ പലവിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഫസ്റ്റ് യുവർ പ്രയർ ഇമ്പോർട്ടൻസ് എന്തിനായിരിക്കണം? നമ്മൾ ഒന്നിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തേ പറ്റൂ. എടാ, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവമാണ്, നിങ്ങൾ രക്ഷിച്ചിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് നിങ്ങളുടെ കാര്യങ്ങൾ അറിയില്ലേ? പിന്നെ ഞാൻ എന്തിനു വ്യാകുലപ്പെടണം? എൻ്റെ ഭാവി ഓർത്ത് ഞാൻ എന്തിനു വ്യാകുലപ്പെടണം? അല്ലേ? പലരും പറയുന്നത് എന്താ? അയ്യോ, അതിന് പോയി കഴിഞ്ഞാൽ സഭായോഗത്തിന് പോയി കഴിഞ്ഞാൽ പഠനം. എടാ, നമ്മളെ ദൈവം കരിയർ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വിട്ടിരിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥത കാണിക്കുക. ഉള്ള സമയത്ത് ആത്മാർത്ഥത പഠിക്കുന്നില്ല, അല്ലേ? പല കാര്യങ്ങളും ഒഴുകിയിരുന്ന അവസാനം സഭായോഗത്തിന് പോകാൻ വരും. മമ്മി പഠിക്കാനുണ്ട്, എക്സാം ആണ്, അല്ലേ? അതിൻ്റെ ഇടയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളോ? സഭായോഗത്തിന് പോകാൻ പറയുമ്പോൾ മാത്രം പഠനം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തുക. ഞാൻ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് നോക്കുക. ചർച്ച് ഈസ് എ പ്ലേസ് ടു യൂസ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. നിങ്ങൾക്ക് കുറേ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ദൈവം തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തേണ്ട സ്ഥലം സഭയാണ്. സഭയിലാണ് നിങ്ങൾ വളരേണ്ടത്. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് കഴിഞ്ഞ് നമ്മുടെ സഭയിൽ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മളെ വരമേൽപ്പിച്ചാൽ ആ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യണം. മാത്രമല്ല, സ്നാനപ്പെട്ടിട്ടുള്ള മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ സ്തുതിക്കണം. നിങ്ങൾക്ക് തന്നിട്ടുള്ള താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ സഭയിലുള്ള വീക്കായിട്ടുള്ള ആളുകളെ ചെന്ന് കാണണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടി തന്നിരിക്കുന്നത്? സഭയെ ദൈവം തന്നിരിക്കുന്നത്. ഓക്കെ, God gives spiritual gifts to believers to serve one another in the context of the church. These gifts are meant to build up the body. ആ സഭയാകുന്ന ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? സ്പിരിച്വൽ ഗിഫ്റ്റ്സ് തന്നിരിക്കുന്നത്. അനേക താലന്തുകൾ നമുക്ക് ദൈവം തന്നിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? വളരാൻ വേണ്ടി. നമ്മൾ സ്വയമേ വളർന്നോ? പക്ഷേ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദി അതേഴ്സ്. തമ്മിൽ എന്ത് ചെയ്യണം? ആത്മീക വർധന വരുത്തണം. Then the church provides spiritual leadership and accountability. അവിടെ സഭയിൽ എന്തുണ്ട്? ലീഡേഴ്സ് ഉണ്ട്. Obey your leaders and submit to them, for they are keeping watch over your soul. Obey the leaders and submit to them. ഇന്ന് ലീഡേഴ്സിന് മുകളിൽ പറക്കുന്നവരാണ് പലരും. അത് ദൈവമാക്കി വെച്ചിരിക്കുന്ന ലീഡേഴ്സിനെ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ഞാൻ വീണ്ടും പറയും, ദൈവമാക്കി വെച്ചിരിക്കുന്ന ലീഡേഴ്സ്. സ്വയമേവ രൂപീകരിക്കപ്പെട്ടെന്ന് വരുന്ന ലീഡേഴ്സ് അല്ല. ഫൈൻ. Then next, affiliation to church brings the blessing of spiritual care, guidance and discipline. നിങ്ങൾക്ക് തന്നെ എന്ത് വരും? ഒരു ഡിസിപ്ലിൻ ഇതിലൂടെ വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. Okay, and Jesus loves and gave himself for the church. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് നിങ്ങളെ സ്നേഹിച്ചത്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളെ സ്നേഹിച്ചു. അത്രയധികം ആഴമായി ദൈവം തൻ്റെ സഭയെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ if Jesus values the church so much, believers are also called to value and commit to it. നിങ്ങളെ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്? അതിന് വാല്യൂ. കർത്താവ് നമ്മൾ ഇത്രയും വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നാം എത്രമാത്രം തിരിച്ച് വാല്യൂ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സഭയ്ക്ക് വാല്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി നാം എത്രമാത്രം വാല്യൂ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ്, ലവിങ് ക്രൈസ്റ്റ് ഇൻക്ലൂഡ്സ് ലവിങ് ഹിസ് ചർച്ച്. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ടുള്ള ഒരു കാര്യമാണ് ലവിങ് ഹിസ് ചർച്ച്. അവന്റെ സഭയെയും നാം സ്നേഹിക്കണം. Okay, then next,
Church is essential, not optional. Church is spiritual, not social. And church is active, not passive. നിങ്ങൾ മൗനമായിരിക്കാനല്ല സഭയിൽ പോകേണ്ടത്. ആക്റ്റീവായി, എസെൻഷ്യൽ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയിൽ പോകുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാട്ടുകൾ പാടണം. നിങ്ങൾ കർത്താവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സഭയിലേക്ക് ചെല്ലുന്നത്, വാങ്ങാൻ വേണ്ടിയിട്ടല്ല. കർത്താവിന് അവൻ്റെ നാമത്തിൻ്റെ തക്ക മഹത്വം കൊടുക്കുക. യഹോവയെ അവൻ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംഗീതത്തോടുകൂടെ, ആർപ്പോടുകൂടെ, സന്തോഷത്തോടുകൂടെ സഭയിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിക്കുന്നത്. എൻ്റെ സഭയിൽ അധികം ആക്ടിവിറ്റീസ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വളരാൻ സാധിച്ചില്ല. നോ കോംപ്രമൈസ്. ദൈവത്തിന് മുമ്പിൽ അതൊന്നും ഒരു കോംപ്രമൈസ് വിഷയമല്ല. ഇൻഡിവിജ്വലി ക്വയറ്റ് ടൈം എടുത്ത് വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് വളരുന്ന ഒരു ഇൻഡിവിജ്വലിനെ ദൈവം എന്ത് ചെയ്യും? സ്പിരിച്വലി വളർത്തും. അത് എന്തിലേക്ക് വരും? നമ്മുടെ സഭയിലേക്ക് അത് കടന്നു വരും. പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്ക് കൊടുക്കല്ലേ? സഭയ്ക്ക് കൊടുക്കല്ലേ? നമുക്കും എന്തുണ്ട്? ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ആര് നിറവേറ്റും? സഭയിലെ വിശ്വാസികൾ നിറവേറ്റു, സഭയിലെ മൂപ്പൻ നിറവേറ്റു, സഭയിൽ ശുശ്രൂഷന്മാർ നിറവേറ്റു. ഇല്ല, നമ്മളാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ. യു ആർ കോൾഡ് ടു ഫുൾഫിൽ ദ ഗ്രേറ്റ് കമ്മീഷൻ. അല്ലേ? ഭൂലോകത്തെ എല്ലാവരും പോയി സുവിശേഷം അറിയിക്കണം, എന്നിട്ട് അവരെ ശിഷ്യന്മാരാക്കണം, ഡിസൈപ്പിൾസ് ആക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത്. സഭയുടെ ആഭിമുഖ്യത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലേ, പരസ്യ യോഗങ്ങൾ നടത്തുന്നുണ്ടല്ലേ, ഭവനത്തിലെ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടല്ലേ. ഇതിൽ നാം എത്ര പേർ ഈ കാലയളവിൽ പങ്കെടുക്കാൻ പോയി? ഒന്ന് ചിന്തിച്ചു നോക്കുക. വളരെ ചെറുപ്പത്തിൽ നമ്മുടെ സഭയിലൊക്കെ എന്ത് വയ്ക്കും? സുവിശേഷ പ്രവർത്തനങ്ങൾ വയ്ക്കും ഏതെങ്കിലും ദിവസങ്ങളിൽ. അപ്പം നമ്മൾ ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ അങ്കിൾമാരൊക്കെ ചോദിക്കണം, ഞാനും വരട്ടെ, എന്ത് നമ്മളൊന്നും പറയണ്ട, അവരൊപ്പം ഇരുന്ന് അവർ പറയുന്നത് എന്താണെന്ന് കേട്ട് പരിശീലിച്ചാൽ മതി. അങ്ങനൊരു മനോഭാവം നമുക്കുണ്ടാവണം. അങ്ങനെ പരിശീലിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? അങ്ങനെ പരിശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ പയ്യെ വളരാൻ സാധിക്കും. മറ്റുള്ളവരോട് എങ്ങനെയാണ് സുവിശേഷം പങ്കുവെക്കേണ്ടത് എന്ന് ബൈ പ്രാക്ടീസ് നമുക്ക് ഒരറിവ് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അറിയോ മക്കളെ, നമ്മുടെ ദൈവം നമ്മുടെ സഭയിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് ഉപയോഗമുള്ള മാനപാത്രങ്ങളായി വളരാൻ വേണ്ടിയിട്ട് നമ്മെ ദൈവം നമ്മുടെ സഭയിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പം എന്തിനെല്ലാം കാര്യങ്ങൾക്കാണ് ദൈവത്തിൻ്റെ സഭയുള്ളത്? വൈ? ലാസ്റ്റ് വൺ, ടു ഫുൾഫിൽ ദ ഗ്രേറ്റ് കമ്മീഷൻ. ദെൻ എന്തിനു വേണ്ടിയായിരുന്നു? ദ ചർച്ച് പ്രൊവൈഡ്സ് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ലീഡർഷിപ്പ്. ജീസസ് ലവ്സ് ആൻഡ് ഗേവ് ഹിംസെൽഫ് ടു ദ ചർച്ച്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ. മറ്റൊന്ന്, the church provides spiritual leadership and accountability. Then church is a place to use spiritual gifts. Then church is where believers gather for worship, teaching and fellowship. God desires believers to be planted in the church. Next, the church is the body of Christ. Okay, ഇതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ സഭ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തിരുത്തല്ലോ. ഇത് ഞാൻ ഓരോ റെഫറൻസ് തന്നിട്ടുണ്ട്. വളരെ ക്രമമായി നിങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. ഒരു ദൈവവചനം പരിശോധിക്കുക, അത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. നാം വചനം കേട്ട് കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അങ്ങനെ തന്നെയോ എന്ന് ഉറപ്പുവരുത്തി നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായി ആ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ചർച്ച് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആരല്ല ദൈവത്തിൻ്റെ സഭ? രക്ഷിക്കപ്പെടാത്ത, അതായത് ദൈവത്തിന് വേർതിരിക്കാത്തവരല്ല എന്ത് ദൈവത്തിൻ്റെ സഭ. ആരാണ് ദൈവത്തിൻ്റെ സഭ? രക്ഷിക്കപ്പെട്ടവർ. നമ്മൾ പല പള്ളികളിൽ പോകുന്നുണ്ടാവും, പല സഭകളിൽ പോകുന്നുണ്ടാവും. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നില്ല എങ്കിൽ, ദൈവം സ്നേഹിച്ചത് എന്തിനെന്ന് പൂർണ്ണ അളവിൽ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ സഭയിൽ പോകുന്ന വ്യർത്ഥം. അതിനാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. സഭയിൽ പോയത് കൊണ്ട് എവിടെ പോകത്തില്ല? സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങളുടെ പാപങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് മുമ്പാകെ ഏറ്റു പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും ജനിക്കണം. ബോൺ അഗൈൻ.
നേരത്തെ കണ്ടുല്ലേ, ബോൺ അഗൈൻ ആളുകളുടെ കൂട്ടമാണെന്ത് ദൈവത്തിൻ്റെ സഭ. ഓക്കെ, അങ്ങനെ വളരെ ആത്മാർത്ഥതയോടെ ഈ ദൈവത്തെ സേവിക്കുവാൻ ഞങ്ങൾക്കിടയായി തീരട്ടെ. ദൈവനാമം